കിലുകിലാം കിങ്ങിണി കിങ്ങിണി ചെപ്പി ഓടി വാ. അപ്പോൾ ചാവക്കാടുള്ള എൻ്റെ മോള് ഫൈസുവിൻ്റെ വീട്ടിൽ പോവാണ്. ഇന്ന് അവിടെ ചന്ദനക്കുടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഫൈസുവിൻ്റെ വീട്ടിലെത്തിയിട്ടോ. 8-12 വർഷത്തെ പരിചയം ഉണ്ടെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഫൈസുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഞാനും ഉണ്ട്, മരിയുണ്ട്, തങ്കമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് പെരുമാറിയത്. നല്ല ഇതായിരുന്നു. ഒരു പ്രത്യേക നമ്മളൊരു വീട്ടിലേക്ക് പുതിയതായിട്ട് കയറി ചെല്ലുന്നത് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രയും വർഷത്തെ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉമ്മക്കുൽസു അവിടെ ഉണ്ടായിരുന്നു. ഉമ്മയും ഞാനെപ്പോഴും വീഡിയോ കോളിലൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. നേരിട്ടാണ് ഉമ്മേനെ കാണുന്നത്. ഉമ്മയും വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ തങ്കമ്മയാണെങ്കിൽ അവിടെയുള്ള ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ട് ഇതാരാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്ത് പറയാനാണ്, നമ്മൾ ചെന്നതിൻ്റെ ഭാഗമായിട്ട് അടിപൊളി ഒരു കല്യാണ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ ബിരിയാണി. അപ്പോഴേക്കും പിന്നെ നോക്കിയപ്പോൾ നമ്മൾ തങ്കമ്മ അടുക്കളയിൽ ചെന്ന് കാര്യസ്ഥനെ പോലെ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കൂടായി ഫൈസും ഉണ്ടായിരുന്നു. ഫൈസ് ഇവർ തമ്മിൽ 24 മണിക്കൂർ വഴക്കാണെങ്കിലും ഇവർ ഭയങ്കര സ്നേഹമൊക്കെയാണ് കേട്ടോ. അതൊന്നും പറയണ്ട. പിന്നെ എൻ്റെ മോള് കണ്ടില്ലേ, ചക്കരമുത്ത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഞാൻ മരിയ ഉണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, തങ്കമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ആ ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴാണ് ഫൈസ് പിന്നെ ഓടിപ്പോയി കൈയൊക്കെ കഴിയിട്ട് വന്നു തങ്കമ്മയ്ക്ക് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവർ തമ്മിൽ എപ്പോഴും വഴക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല, കീരിയും പാമ്പാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവർ ഭയങ്കര സ്നേഹത്തിലാണ്. തങ്കമ്മേനെ കൊണ്ടുവന്നതിൽ സന്തോഷമുണ്ട്, നമ്മുടെ ഫൈസിന് എത്തി സന്തോഷമുണ്ട്, വീട്ടുകാർക്കൊക്കെ ഭയങ്കര കാര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളിവിടെ വന്ന് ചന്ദനക്കുടം കാണാനാണ്. ആ ഫുഡ് കഴിച്ചിട്ട് ചന്ദനക്കുടം കാണാൻ പോകും. അപ്പോൾ അതിൻ്റെ ആ വീഡിയോ അടുത്ത് തരാം കേട്ടോ. അപ്പോൾ